പക്ഷേ നിങ്ങൾ പറയുന്ന ആ മലയാളി ഗേൾ ഫ്രണ്ടായിട്ട് ആരെ വേണമെന്ന് ചോദിച്ചാൽ ജീൻസും ടോപ്പ് ഇട്ട പെണ്ണ് തന്നെ വേണമെന്ന് തന്നെ പറയും. ഭാര്യയായിട്ട് ആരെ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തുളസി കതിരി പറഞ്ഞു എന്ന് വരാം. അത് നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ ഉണ്ടാവും. നമുക്ക് ആ ഒരു പഴയ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ അമ്മയടുത്ത് ചോദിക്കുകയാണെങ്കിലോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലോ അവർക്ക് ഭരതൻ സാറിൻ്റെ പടങ്ങളല്ലായിരിക്കും, ചിലപ്പോൾ നസീർ സാറിൻ്റെ കാലങ്ങളിലുള്ള പടങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും വലുതെന്ന് തോന്നുന്നത്. സോ എപ്പോഴും എല്ലാ ജനറേഷനും അതിൻ്റെ ബാക്കിലുള്ള പ്രീവിയസ് ജനറേഷനോടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ജനറേഷന് മേ ബി 80s സിനിമ പഴയ പടം എന്ന് പറഞ്ഞായിട്ടായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ നമ്മൾ തള്ളിക്കളയണം എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ഇവോൾവ്. അതിനെ നമ്മൾ നിർത്താൻ നോക്കുകയാണെങ്കിൽ അത് നടക്കില്ല. ഇറ്റ് വിൽ ചേഞ്ച്. നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് പബ്ലിക്കിന് വേണ്ടിയാണ്. അപ്പോൾ പബ്ലിക്കിന് ഒരു വെഞ്ചൻസ് ഇല്ലാതെ ഒരാളെ നശിപ്പിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി സൊസൈറ്റി കാണാതെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ സൊസൈറ്റി നമ്മുടെ ഓഡിയൻസ് പറയണം. അതിനുള്ളൊരു ആവന്യൂ സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ആർട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയയോടുകൂടി തന്നെയാണ്. ഒരു മോശമായ പടത്തിനെ ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. സോഷ്യൽ മീഡിയ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് ജസ്റ്റ് എ മീഡിയം. ഇന്ന് സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇന്നലെ ന്യൂസ് പേപ്പർ ആയിരുന്നു, അതിന് മുമ്പ് റേഡിയോ ആയിരുന്നു. അങ്ങനെ മീഡിയംസ് ചേഞ്ച്. ആളുകളുടെ ഒപ്പീനിയൻ എന്നാണെങ്കിലും അത് അവർ പറഞ്ഞേ പറ്റൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഒരു പെർഫോമർ എന്ന രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ക്യാരക്ടർ അന്നലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വിരുമാണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ. ആ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും തോന്നിയത് ഇതിനേക്കാളും നല്ലൊരു ക്യാരക്ടർ എൻ്റെ കയ്യിൽ വരുമോ എന്നുള്ളൊരു സംശയം തന്നെ എനിക്ക് വന്നു. ഇത് ഡയറക്ടർ, ഇത്രയും നല്ലൊരു ഡയറക്ടർ, ഇത്രയും നല്ലൊരു കോ ആർട്ടിസ്റ്റ്, എല്ലാം ഒരാളാണ്. പക്ഷെ അദ്ദേഹം വളരെയധികം റോൾസ് വഹിച്ചു. കമലഹാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൂടെ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല ഞാൻ. അങ്ങനെ ഒരു ഡ്രീം ഫുൾഫില്ലായി. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം പെയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് ആൾക്കാർ അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടി എനിക്ക് പിന്നെ I was satisfied, and that is the biggest pat on the back an actor can get. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വരം നിർത്തുമ്പോൾ പാട്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താം എന്നുള്ള രീതിയിലാണ് ഓക്കെ നമുക്ക് ഇനിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. പോസിബിളി അത് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ ആവാം. അത് ഞാൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ്സ് പ്രോബബ്ലി ഫൂളിഷ്. പക്ഷെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, അതിനെ സൃഷ്ടിച്ച ഒരാളും കൂടെ അതിൻ്റെ അംശമാണ്. അത്രയും ഡെപ്തുള്ള ഒരു ക്യാരക്ടർ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴും ഒരു മലയാളിയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ സ്വന്തം ചാനലിൽ ചെയ്ത ഗീതുവിൻ്റെ ക്യാരക്ടറാണ് ഇപ്പോഴും പറയുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും ഞാൻ ആ ഒരു മൂവി ചെയ്തിട്ട് നിർത്തിയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും തന്നെ ഉള്ളൊരു റെക്കഗ്നിഷനും സ്നേഹവും എനിക്ക് മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിക്കാണും എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അതൊരു തൻ്റെടിയായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ചൊരു ക്യാരക്ടറാണ്. പക്ഷേ that's so satisfying because that's the success of the character. സോ അങ്ങനെ രീതിയിൽ നോക്കുകയാണെങ്കിലും വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ആസ് എ ടോട്ടൽ പാക്കേജാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നത് അന്നലക്ഷ്മി എന്നുള്ള ക്യാരക്ടർ ചെയ്തപ്പോഴാണ്. എനിക്കിപ്പം ഞാനും അപ്പോത്തിക്കരി എന്നുള്ള സിനിമയിലെ നളിനി മാനേജ് ചെയ്യുന്ന മാതിരി പല റോൾസും ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. നളിനി ഒരു ഡോക്ടറാണ്, അവരൊരു ഭാര്യയാണ്, അവരൊരമ്മയാണ്, ഒരു മരുമകളാണ്. കുറേ റോൾസ് അവർ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ എനിക്കും ബാലൻസ് ചെയ്യാൻ കുറേ റോൾസ് ഉണ്ട്. എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കിപ്പോൾ ഒരു പ്രൊഫഷൻ ഇതുണ്ട്. അങ്ങനെ എൻ്റെ ഫാമിലി ഇരിക്കുന്നത് US-ലാണ്, എൻ്റെ ഹസ്ബൻഡ് US-ലാണ്. അപ്പോൾ എനിക്ക് അവിടെ വിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വർഷത്തിൽ ചുരുക്കം ചില റോൾസ് ചെയ്യുകയാണെങ്കിൽ നല്ല റോൾസ് മാത്രം ചെയ്യുക. സിനിമയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ തിരിച്ച് വരാമെന്ന് തീരുമാനിച്ചത്. അല്ലാതെ പണം വരും പോവും, അത് വരുന്നത് ഓക്കെ, ഞാൻ നോ പറയാൻ പോണില്ല. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് മൈ ഡ്രൈവിംഗ് ഫോഴ്സ്.